ഓം വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ആത്മഭാവങ്ങളെ, ഭഗവത്ഗീതയിലെ മർമ്മങ്ങൾ എന്ന പരമ്പരയിൽ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം കർത്തവ്യം തന്നെ ധർമ്മം. ന കർമ്മണാമനാരംഭാ നൈഷ്കർമ്മ്യം പുരുഷോസ്നുതേ ന ച സന്യസ്യനാദേവ സിദ്ധിം സമധിഗച്ഛതി. ആത്മസാക്ഷാത്കാരത്തിന് കൊതിക്കുന്ന സാധകൻ ബാഹ്യകർമ്മങ്ങൾ ചെയ്യാതിരിക്കുന്നതുകൊണ്ട് കർമ്മസ്പർശമില്ലാത്ത ബ്രഹ്മനിഷ്ഠ അനുഭവിക്കുന്നില്ല. സന്യാസം കൊണ്ട് മാത്രം ഒരാൾ പൂർണ്ണത നേടുകയുമില്ല. പ്രിയരെ, സന്യാസം എന്നത് ഒരിക്കലും ജീവിതത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമല്ല. തനിക്ക് വിധിക്കപ്പെട്ട കർമ്മങ്ങൾ നിറവേറ്റി സംശുദ്ധനായിട്ട് വേണം സന്യാസം സ്വീകരിക്കുവാൻ. ഓരോ ദിവസവും ഒരു പ്രതിസന്ധിയെയോ പ്രശ്നത്തെയോ അഭിമുഖീകരിക്കാതെ നമുക്കാർക്കും ജീവിക്കാൻ കഴിയില്ല. അത്തരം പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ചിലർക്കെങ്കിലും സന്യാസം സ്വീകരിച്ചു കളയാം എന്ന ധാരണ ഉണ്ടാകാറുണ്ട് എന്നതാണ് സത്യം. ഇതുപോലെ തന്നെ മോഹത്തെയും ശ്രേയസിനെയും ആഗ്രഹിക്കുന്ന അർജുനൻ ഞാൻ യുദ്ധം ചെയ്യുകയില്ല എന്നു പറഞ്ഞുകൊണ്ട് വില്ലും ശരനാഴിയും എറിഞ്ഞുകളയുമ്പോൾ കുറുക്കുവഴിയിലൂടെ ബ്രഹ്മപദം പ്രാപിക്കുവാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്ന ഏത് ജോലിയും ശ്രദ്ധയോടെയും ഉത്തരവാദിത്വത്തോടും സത്യസന്ധമായും ചെയ്യുമ്പോൾ അത് ഈശ്വരപൂജ തന്നെ ആയിത്തീരുന്നു. ദിവസം മുഴുവൻ ഈശ്വരനെ ധ്യാനിച്ചിരിക്കുന്ന സന്യാസിയേക്കാൾ ഈശ്വരപദം ലഭിക്കുന്നത് ദിവസം മുഴുവൻ വയലിൽ പണിയെടുക്കുന്ന കർഷകനായിരിക്കും എന്ന് പറയാറുണ്ട്. സ്വന്തം കർത്തവ്യത്തിൽ നിന്നോ ഉത്തരവാദിത്വത്തിൽ നിന്നോ ഒളിച്ചോടുന്നവന് ഒരിക്കലും മനഃശാന്തി ഉണ്ടാവുകയില്ല. സ്നേഹപൂർവ്വം, രഞ്ജൻ കയനാട്.